നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1100 പരം വോട്ടർമാരുടെ പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിച്ച് മണ്ഡലത്തിൽ പുതുതായി 56 പോളിംഗ് ബൂത്തുകൾ കൂടി നിലവിൽ വരും. മണ്ഡലത്തിൽ 204 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇതോടെ ബൂത്തുകളുടെ എണ്ണം 260 ആകും. വോട്ടിംഗ് സുഗമമായി നടത്താനും നീണ്ട വരി ഇല്ലാതാക്കാനും വേണ്ടിയാണ് സ്ഥലം മാറ്റാതെ പുതിയ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹകരണം വേണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഇത് സംബന്ധിച്ച BLOമാരുടെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം നാളെ വൈകുന്നേരം 4-ന് വില്ലേജ് ഓഫീസുകളിൽ നടക്കും. BLOമാർ, ബൂത്ത് തല ഏജന്റുമാർ എന്നിവരുടെ സംയോജിത സഹകരണത്തോടെ ഏപ്രിൽ 8-നുള്ളിൽ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണം. നിലമ്പൂരിൽ മാത്രം 42 BLOമാരെ പുതുതായി നിയമിക്കും. പല മേഖലകളിൽ നിന്നും ഒരു കമൻസ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ തലത്തിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഇവിടെ സാറ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. കഴിഞ്ഞ പല ഘട്ടങ്ങളിലായി രാത്രി 5, 6, 7, 8, 9, 10 മണി വരെ ക്യൂവിലുള്ള വോട്ടർമാരുടെ എണ്ണം കൂടുതലായിട്ട് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ രീതിയിലുള്ള സജഷനാത്ത രീതിയിൽ അതേ ലൊക്കേഷൻസ് തന്നെ ഈ ബൂത്തുകൾ 1100 ഇതിൽ നമ്മളിപ്പോൾ 204 ബൂത്തുകളാണ് നിലമ്പൂരിനെ സംബന്ധിച്ചുള്ളത്. 204 56 പോലീസ് സ്റ്റേഷൻ, 260 പോലീസ് സ്റ്റേഷനാണ് ഇനി ഉണ്ടാവുക, ശരാശരി ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സാവകാശം വേണമെന്ന് ഞങ്ങൾ ഇന്നലെ സിഇഒയോട് ആവശ്യപ്പെട്ടു. കണക്കുകൾ ഉണ്ടാക്കി അത് ഇന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും വഴിക്കട ജില്ലയിലെ 1ാമത്തെ ബൂത്തിൽ 1004 പ്രോസസ്സ് 8-ാം തീയതിക്കകം നമുക്ക്